അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിർസത്ത് മുഅ്മിനീങ്ങളെ, ഒരു റായത്തില് ഒരാക ചെറിയൊരു പാവപ്പെട്ട ഒരാക ആവത്തിലൊരു മങ്ങില ആവത്തില് വലിയ മോർഗു മങ്ങിലായിട്ട് കിട്ടും. മങ്ങിലെല്ലാം കഴിഞ്ഞിട്ട് വളരെ കഷ്ടത്തങ്ങ് മങ്ങിലെല്ലാം ആക്കിയാറ് മോർഗു ഒരു നാൾ കഴിഞ്ഞാൽ പിന്നെ ആവത്തിലേക്ക് ഒരാൾ പണ്ട് അതാറ് ഈ ഔത്തിലെ യജമാനത്തിലെ മൂത്തോണം, അതായത് ഈ പെണ്ണിന്റെ ഉമ്മയുടെ മൂത്തോണം. അപ്പോ പെങ്ങളുടെ കാണു വന്നേ മൂത്തോണം. അങ്ങനെ വന്നപ്പോ മങ്ങിത്തേല വന്ന് കാണാങ്ങ അത് പിന്നെ ഒരു ബറ വയ്ക്കണല്ലേ, ബറ പോലെ ഇക്കണല്ലേ. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുണ്ടിണ്ടിക്കുമ്പോ മൂത്തോന്റെ കണ്ണ് ഇലവളുടെ കാതിലേക്ക് നോക്കുമ്പോ ആ നോട്ടത്തിൽ കാത് കാലിയായത് കണ്ടെത്തും, അതുപോലെ കഴുത്തും കാലിയായത് കണ്ടെത്തും. അപ്പോ സഹജമായിട്ട് മൂത്തോൻ കേടുത്ത്, അല്ലടി ഈ കഴുത്തിൽ എന്തു ബംഗാറൊന്നും കാണില്ല, എന്തായിട്ട് എന്റെ കാല് മുട്ടേ. അപ്പൊ മൂത്തോലു അല്ല ഇലവലു ചെണ്ട് എന്നാ കിടക്കാക്ക മങ്ങിലല്ലേ, മങ്ങിലായിട്ട് ഇങ്ങനെ കുറെ കടലാക്കി വെച്ചിട്ട് അങ്ങനെ കടാക്കി ആ ടൈം കൊടുക്കണല്ലേ. അങ്ങനെ എന്താ വേറെ മാർഗമില്ല, കുറെ കട ബാക്കിയുണ്ട്. ഞങ്ങൾ കുറെ അവിടുത്തെ കട ബീരി തന്നെ എന്റെ ബംഗാറ് കാതർ ബംഗാറിലും വിത്തിട്ട് കുറെ കടലിലും ബീരിട്ടുണ്ട്. അപ്പൊ മൂത്തോനായ എനിക്ക് ഭയങ്കര ബേജാറായിട്ട് ചെന്ത് അല്ല അത്ര കഷ്ടക്കുമ്പോ നന്നിട്ടൊരു ഫലക്കെ ചെല്ലന്തല്ലേ മൂത്തോന്ന് ചെല്ല് ഇന്നാണ് അനുകൂലമുള്ള ആള്. അപ്പൊ നന്നിട്ടൊരു ഫലക്ക എന്ന് ചെന്നിട്ടില്ലേ ഇത്ര കഷ്ടക്കുമ്പോ. അങ്ങനെ ചെന്നപ്പോ പെങ്ങളുടെ കണ്ണിൽ തന്നി വന്നു, ഒന്നും മിണ്ടില്ല. ഇത് കണ്ടപ്പോ മൂത്തോണക്ക് വല്ലാതെ ബേജാറായിട്ട് മൂത്തോണു എല്ലാം മുട്ട പോയിട്ട് കൈപിടിച്ച് എന്ന് ബേജാറാക്കണ്ട, ആയതായിത്തല്ലേ ഇൻഷാ ഒരു വാരണക്ക് ടൈമത്താ, ഒരു വാര ടൈമത്താ എന്റെ കാതുക്ക് നല്ലൊരു ബംഗാറും എന്റെ കഴുത്ത് ഒരു ബംഗാറിനാണ് ആക്കുപാട്ടി തന്റെ ചെന്ത്. ഇത് കേട്ടപ്പോ എല്ലാവർക്കും വല്ലാത്ത സന്തോഷം. അല്ലെങ്കിൽ പെണ്ണുങ്ങ ബംഗാറ് ഇത് ഭാര്യ ഇഷ്ടല്ലേ, അങ്ങനെ ഭാര്യ സന്തോഷമായിട്ട് അങ്ങനെ മൂത്തോന് പോയപ്പോ പെങ്ങൾ സന്തോഷത്തിന് തുല്യുണ്ട്. അങ്ങനെ മാപ്പിള വന്നപ്പോ അലിയാക്ക വന്നപ്പോ അലിയാക്കോട്ട് വിഷയമല്ല ചെന്ത്. അപ്പൊ അലിയാക്ക ചെന്ത് നാ ചെന്നിട്ടില്ല എന്റെ അങ്ങനത്തെ ടൈം ആകുമ്പോ തെല്ല് ഇളമൂത്തമായിട്ട് എന്തെങ്കിലും സഹായം കേൾക്കുക നീ കേട്ടെ. അവൻ നല്ല ചെറുക്കമാണ്, ആര് നിന്റെ മൂത്തോണം എന്റെ അലിയ നല്ല ചെറുക്കം, നല്ല മനസ്സുണ്ട്. അപ്പൊ എന്തെങ്കിലും നല്ലൊരു സഹായം ആക്കാത്ത ആട്ട് പോട്ട് ഇതേ ബംഗാരം കിട്ടല്ല പറഞ്ഞിട്ട് ഭാര്യ സന്തോഷമായിട്ട്. അങ്ങനെ ഒരു വാരം കഴിഞ്ഞിട്ട് ഈ ഒരു വാരം ചില ഒരു വർഷം പോലെ എരിയുമോ ചെന്നെങ്കിൽ ബംഗാരം കിട്ടും എല്ലാവരോടും ചെന്നിട്ടായിട്ട് ഒരു വർഷം ഒരു വാറായാൽ പിന്നെ നോക്കുമ്പോ മൂത്തോൺ ശുദ്ധില്ല. എന്തെങ്കിലും ബിസിൽ ബാക്കിയായിട്ട് വിചാരിച്ചിട്ട് 2 വാറായിട്ട് ശുദ്ധില്ല, 2 വാറായിട്ട് 3 വാറായിട്ട് ഒരു തിങ്കളായിട്ട് എന്ത് വിഷയമില്ല. വിഷയമില്ല കോണ്ടാക്ട് ഇല്ലാത്തല്ല ബണ്ട് പോണ്ടു, പക്ഷെ ബംഗാറ് ശുദ്ധില്ല. അപ്പോ അലിയാക്ക മെല്ലെ കൂട്ടോ തുടങ്ങി എവണ്ടി ബംഗാറ്. അപ്പോ തറു നീ എന്ത് അർജന്റ് ആക്കണത്, എന്തോ കഷ്ടത്തിക്കോ തറു. അങ്ങനെ തറു ഉണ്ടായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മൂത്തോന്റെ പത്തല്ല ബംഗാറ് വിഷയത്തിൽ പത്തല്ല ഒരു നാൾ ഫോൺ അവത്തിലിക്കുമ്പോ ഫോൺ വന്ന് മൂത്തോന് മൗത്തായിട്ട്. അങ്ങനെ ഇതൊരു സ്റ്റോറി ആയിട്ട് ഒരു ഫാമിലി നടന്ന സ്റ്റോറി. മരിക്കത്തോന് കൊടുത്തില്ല, വാഗ്ദാനാക്കിയത് കൊടുത്തിട്ടില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവം ഞങ്ങളിടയിൽ സംഭവിക്കുന്നു. ഞങ്ങൾ ചില സന്ദർഭത്തിൽ ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും വിഷയിച്ചല്ല ഞങ്ങൾ സഹായം ആക്കണേണ്ട വാഗ്ദാനം ആക്കണം, പക്ഷെ പിന്നെ ഞങ്ങൾ ആക്കില്ല. പക്ഷെ ഞങ്ങൾ വാഗ്ദാനം ആക്കുമ്പോ ആ വാഗ്ദാനം ആക്കപ്പെട്ട ആൾമാരെ മനസ്സിൽ ഭയങ്കര നിരീക്ഷിക്കും, സഹായം ആക്കണല്ലേ. പക്ഷേ അത് ഓരോ ഗലികളും അങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബായ് ചെല്ലത് സുലഭ, പക്ഷെ ആ മനസ്സിൽ പോയാൽ പിന്നെ ആ മനസ്സ് വേഗമായില്ല. അപ്പൊ ഈ മൂത്തോന്ന് മരിച്ചാ ചെല്ലുമ്പോ പെങ്ങള് ഭാര്യ ബേജാറായിത്ത്, അലിയാക്കവും ബേജാറായിത്ത്. പക്ഷെ മനസ്സിൽ ഇതേ അലട്ടേണ്ടുണ്ട്. എന്തേ പണ്ട് ബംഗാർ തന്റെ അഹൊന്നും തന്നിട്ടേ അല്ലല്ലേ, ഡോങ്കിയാക്കിയല്ലേ, വഞ്ചനാക്കിയല്ലേ. അപ്പൊ ആറായിട്ടിക്കട് ഈ ഒരു പെങ്ങൾക്ക് എന്ത് കൊടുക്കടുകളെ തൊട്ട് തടഞ്ഞാറ് ഈ ആങ്ങലെ പെങ്ങളുടെ ഇടയിൽ മൂന്നാമത്തെ വ്യക്തി എൻട്രി കൊടുത്ത് എങ്ങനെ ആറ് തടഞ്ഞേ. അത് മൂന്നാമത്തെ വ്യക്തി അത് വേറെ ആരുമല്ല, ഷൈത്താനായിരിക്കും, ഇബ്ലീസ് ആയിരിക്കും ഇതിൽ തടയില്.
ഇത് കേവലം ഒരു ഫാമിലി മാറ്റർ മാത്രമല്ല, എല്ലാ വിഷയത്തിനും. പള്ളിയിൽ ഇപ്പൊ തന്നെ കലശനാക്കുമ്പോൾ പള്ളി എന്തെങ്കിലും ആവശ്യം എന്ന് ചൊല്ലും ചില ആൾമാർ തണ്ടാ ചെല്ലാറ്. തണ്ടാ ചെല്ലല്ലെങ്കിൽ പിന്നെ തണ്ടല്ല. പിന്നെ വലിയൊരു ഫംഗ്ഷനുകൾ നടക്കുന്നത്, വാതിലെ മജീസ് വലിയ ആലിമീങ്ങൾ പറഞ്ഞ് കലക്ഷൻ ആക്കണം. അപ്പൊ ചില ആൾമാർ നല്ല കണക്ക് 50,000 നല്ല കണക്കിൽ ലക്ഷം ചെല്ലാറ്. പക്ഷെ അത് പല ആൾമാർക്ക് കൊടുക്കില്ല. അപ്പൊ ഈ ചില ആൾമാർ എന്ത് അത് കളവ് ചൊല്ലണമോ അല്ലെങ്കിൽ അങ്ങ് വഞ്ചനാക്കണമോ? അല്ല, വഞ്ചനാക്കണ ഉദ്ദേശമല്ല. ആ ടൈമിൽ അങ്ങ് ഇമോഷണൽ ആയിട്ട് ആ പരിസ്ഥിതിയെ ഒരു പിന്നെ അവസ്ഥ നോക്കിയിട്ട് അങ്ങനെ മനസ്സ് കറങ്ങിയിട്ട് അങ്ങ് ചെല്ല് തണ്ടാണ്ട്. പക്ഷെ പിന്നെ അങ്ങ് അവിടെ പോയാൽ പിന്നെ ഇബ്ലീസ് പറയും എൻട്രി കൊടുക്കണം. എന്നിട്ട് ഇബ്ലീസ് എന്താക്കണം, അങ്ങനെ മനസ്സ് കുത്തണം. അപ്പൊ ഈ മൂത്തോന്റെ അവസ്ഥ എങ്ങനെ? ഈ മൂത്തോന്റെ മനസ്സിൽ പെങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ബംഗാറെല്ലാം വിത്തിട്ട് കടത്ത് മുങ്ങി വീടാറല്ലേ, സഹായാക്കണോണ്ട് മനസ്സിലെടുത്ത് അതുകൊണ്ടായിട്ട് ചെന്ന്. പക്ഷേ ഭർത്ത് പോയാലും പിന്നെ അവിടെ ഇബ്ലീസ് എൻട്രി കൊടുത്ത. ഒന്നിരിക്കലും ഇബ്ലീസ് ഡയറക്റ്റ് എൻട്രി കൊടുത്തറ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. ഇൻഡയറക്റ്റ് പെഞ്ഞ ചിലപ്പോ നീ ഇങ്ങനെ എന്തി കൊടുക്കണോ ബംഗാറള, അങ്ങനെ നന്നിട്ട് ഭാര്യ ബംഗാറുണ്ടാ, അല്ലെങ്കിൽ നമുക്ക് പെണ്ണുമൊക്കെയില്ലേ, നിങ്ങൾ അങ്ങ് കൊടുക്കു പോയെങ്കിൽ അവിടെ പെണ്ണിങ്ങ ചില സ്വഭാവമായിട്ട് അങ്ങനെ ആയിട്ട് ഏതുമാവട്ട്. അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് വന്നിട്ടെങ്കിൽ അത് അപ്പവേ ആക്കി കൊടുക്കുക പ്രയത്നാക്കണം. അശ്ശൈത്താനും യഅദികുമുൽ ഫഖർ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചെന്ന ഷൈത്താൻ നിങ്ങളെ കൽബിലും ഫഖറെ പിടിപാട്ട. നിങ്ങൾ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞു പോവും, കൊടുക്കണ്ട ഷൈത്താൻ ഇങ്ങനെ എന്താക്കണ പേടിപാട്ടി നിൽക്കണാണ്ട്. അതുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യവു ആവശ്യമായിട്ട് പിന്നെ അവനിലേക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യം മനസ്സിൽ വരുമ്പോ പെട്ടെന്നായിട്ട് അത് ആക്കി തീർക്കണോ. അതങ്ങനെ പെണ്ണും വെക്കണ്ട. ഒരാൾക്ക് സഹായമാക്കണോണ്ട് മനസ്സിൽ വന്നൊക്കെ അപ്പോഴേ അത് ആക്കി തീർക്കണു. അല്ലെങ്കിൽ പിന്നെ അവനിലേക്ക് ഷെയ്ത്താൻ എൻട്രി കൊടുക്കട. എന്നിട്ട് ഷെയ്ത്താൻ ഉണ്ടാക്കട അത് കൊടുക്കാത്ത പോലെ തടയിടാണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ റളിയല്ലാഹുവിന്റെ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധ്യമാവും. മഹാനവർഗ വന്നാൽ ഔത്തുൽ ബാത്റൂം കുടിച്ചോണ്ടിരുത്ത് പെഞ്ഞേരിട്ട് ബിച്ചിട്ട് ചെന്നു ഇതരി അതാ നന്നിട്ട് 3 കമീസ് ഉണ്ടല്ലേ, ഓക്കോ അതിൽ ഒരു കമീസ് എടുത്തിട്ട് അപ്പുറത്തെ ആൾ കൂടവായി പാവത്തെ കൊടുക്കും. അപ്പൊ പെഞ്ഞായി ഇതെന്ത് ബാത്റൂമിൽ പോയിട്ട് കമീസ് വിശേഷല്ലേ അങ്ങനെ കുളിച്ചെല്ലാം അയാൾ പിന്നെ വന്നിട്ട് അല്ലല്ലേ നിങ്ങൾക്ക് ബാത്റൂമിലെ കമ്മീസിന്റെ വിഷയം നടപ്പായാൽ ചെന്നപ്പോ അത് നന്റെ മനസ്സിൽ അങ്ങനത്തെ ആലോചന മാത്രം 3 കമ്മീസ് ഉണ്ടല്ലേ, ഞങ്ങളുടെ കമ്മീസ് മെയ്യാണല്ലേ, അപ്പുറത്തോണം വലിയ പാവത്തോണോ അവനക്ക് നല്ല ഒരു കമ്മീസ് കൊടുക്കുവാൻ തന്നെ മനസ്സിൽ വന്നു. പക്ഷേ പിന്നെ നക്കായിട്ട് ഇത് അത് ഇപ്പമേ അതൊരു ഇലവരാക്കില്ല ഞാൻ കുളിച്ചിട്ടെല്ലാം പറയുമ്പോ പിന്നെ ഇബ്ലീസ് മനസ്സിൽ വന്നിട്ട് വേണ്ട കൊടുക്കണ്ട, 3 അല്ലേ കമ്മീസുല്ലേ, എനിക്ക് പിന്നെ ആവശ്യപ്പെടില്ലേ, അങ്ങനെ ഇബ്ലീസ് എന്റെ മനസ്സിൽ വിശ്വാസാക്കണം. അതുകൊണ്ട് അപ്പമേ ഞാൻ എന്താക്കി എന്റെ മനസ്സിൽ വന്നപ്പോ ഘോഷനാക്കി വിട്ടേ. ചെന്നിട്ട് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ചെന്നിട്ടായത് നമുക്ക് ഇമാം ഗസാലി നമുക്ക് വിശദീകരിച്ച് കണ്ടു. അപ്പോ ഏതൊരു ആളും അയാളുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ പിന്നെ പറയുമ്പെല്ലാം അത് അപ്പമേ പ്രവർത്തിക്കുകയും അതിലപ്പമേ നടപ്പിലാക്കുകയും പിന്നെ അപ്പമേ തീരുമാനിച്ചെങ്കിൽ അവന് ഒരുപാട് നല്ല കാര്യങ്ങൾ ആക്കുകയും സാധ്യമാവും. ഇത് കേവലം സദക്ക കൊടുക്കുന്ന വിഷയത്തല്ല, എല്ലാ വിഷയത്തിലും ഒരുപാട് ഞങ്ങൾ ക്ലാസ് കേൾക്കണം, കുറെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിൽ പിന്നെ ചേഞ്ചസ് ആവാൻ കിട്ടും വിചാരിക്കണം. പക്ഷേ എന്ത് വേണ്ട നോക്കും, 4 വിധം നോക്കുവാൻ. പക്ഷെ 4 ഇതാവില്ല. നാളെ എമ്പോന മനഹാളു നീ കേട്ടിക്കുവാറ് 4 ചെല്ലത് അത് പിന്നെ 4 ആവും. ഇങ്ങനത്തെ ഒരുപാട് ഞങ്ങൾ 4 പെൻഡിങ് വെച്ചിട്ട് ഒന്നും ഞങ്ങൾ നല്ലതാക്കിയിട്ടില്ല. അതുകൊണ്ട് ഏതൊരു നല്ല കാര്യം ഞങ്ങൾ കേട്ടാൽ പിന്നെ മനസ്സിൽ വന്നാൽ പിന്നെ അത് അപ്പമേ ചെയ്യോ പ്രയത്നമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് ആൾമാർക്ക് നല്ലതാക്കും സഹായമാക്കും എന്നൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ ഈ ക്ലാസ്സിലെ ഒരുപാട് കേട്ടിട്ടും അതിലെ ഷെയർ ആക്കിയിട്ടുള്ള മുഅ്മിനീങ്ങൾ ഉള്ള അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.